മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ മുന്നേറ്റം. ആദ്യ ഫലസൂചനകളിൽ താനെയിലും പൂനെയിലും ബിജെപി സഖ്യത്തിന് മുന്നേറ്റം. മുംബൈ, പിംപ്രി, ചിഞ്ച്വാഡ് മുനിസിപ്പാലിറ്റികളിലും ബിജെപിക്ക് ലീഡ്. താക്കറെയുടെ കുടുംബാധിപത്യത്തിന് കനത്ത തിരിച്ചടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 24 ബിജെപിക്ക് വലിയ ലീഡ് വരികയാണ്. മഹായുതിക്ക് വൻ മുന്നേറ്റം ഉണ്ടാകുന്നു. ഒപ്പം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അവസ്ഥ കൂടി എന്താണ്? നീലിമ, ഏറ്റവും പുതിയ വിവരം മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നതനുസരിച്ച് കാവിക്കൊടുങ്കാറ്റ് വീശുന്നു മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ്. ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നയിക്കുന്ന സഖ്യം, മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ എമ്പാടും കാവി തരംഗം തന്നെ തീർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. താക്കറേമാരുടെ 25 വർഷത്തെ കുടുംബാധിപത്യമായിരുന്നു ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇതുവരെ കണ്ടത്. എന്നാൽ ആ ഒരു മുന്നേറ്റത്തെ, അവരുടെ ആ താക്കറെ കുടുംബം എന്ന വടവൃക്ഷത്തെ കടപുഴക്കിക്കൊണ്ട് BJP മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് നമുക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ കണക്കിലേക്ക് വന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 69 സീറ്റുകളിൽ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാകുന്ന കണക്കുകളാണ്. 69 സീറ്റുകളിൽ BJP സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 27 മാത്രമാണ് ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ സഖ്യത്തിന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. വെറും 4 മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്ന കാഴ്ചയും നമുക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഇതുവരെ എണ്ണിയ ഈ ഒരു കണക്കുകൾ പ്രകാരമാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കണക്ക് ഒരു തവണ കൂടി പറയാം. 69 BJP സഖ്യം, 27 ശിവസേന ഉദ്ധവ് താക്കറെ സഖ്യം, 4 മാത്രമായി കോൺഗ്രസ് ഒതുങ്ങിപ്പോകുന്നു. അതായത് 25 വർഷത്തെ താക്കറെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ വെച്ച് BJP എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദേവേന്ദ്ര ഫട്നാവിസിന്റെ വിജയം BJPയുടെ വിജയം എന്ന് ഇക്കാര്യത്തിൽ കൃത്യമായി പറയാം. കാലയെകൂട്ടി ശിവസേനയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിന്ന ആളുകളെ അടക്കം BJPയിലേക്ക് എത്തിച്ച് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിക്കാൻ ഗൃഹപാഠം ചെയ്ത് BJP ഇറങ്ങിയതിന്റെ ഫലം എന്ന് വേണമെങ്കിൽ ഇതിനെ അതാണ് അവിടെ കാണുന്നത്. ശ്രീകാന്ത്, ഇതിൽ ഏറ്റവും പ്രകടമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചാൽ മഹാരാഷ്ട്രയുടെ ഭരണം കൈവെള്ളയിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ വിജയമാണ് BJP ശിവസേന സഖ്യത്തിന്, ഷിൻഡെ വിഭാഗം സഖ്യത്തിന് അവിടെ ഉണ്ടായിരിക്കുന്നത്, അല്ലേ ശ്രീകാന്ത്? നിലിമ, ഏഷ്യയിലെ ഏറ്റവും വലിയ ബജറ്റുള്ള, സമ്പത്തുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ, 75,000 കോടി രൂപയുടെ ബജറ്റുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ബജറ്റിൻ്റെ ഇരട്ടി ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ബജറ്റുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ BJP ഭരിക്കാൻ പോകുന്നു. 25 വർഷത്തെ താക്കറെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്നു. ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറയ്ക്ക് ശേഷം ആ കുടുംബത്തിൽ ജനവിശ്വാസം നേടിയെടുക്കാൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള ഒരെണ്ണം പോലുമില്ല എന്നുള്ള കാര്യം മഹാരാഷ്ട്ര ജനത വിധിയെഴുത്തിലൂടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിഭാഗീയത ഇളക്കിവിട്ട് മറാത്ത അസ്തിത്വം ഉയർത്തിക്കാട്ടി അങ്ങനെ വോട്ട് പിടിക്കാനുള്ള ശ്രമം പോലും ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ആളുകൾ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോർപ്പറേഷനിലെ മഹാവിജയം BJP സംബന്ധിച്ച് വലിയ നിർണായകമായ വിജയമാണ് BJP മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.